എങ്ങനെയാണ് ഈ ബ്ലോക്ക് നമ്മുടെ രക്തക്കുള്ളിൽ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞുതരുമോ? ബ്ലോക്കില്ലാത്തൊരു വെസലാണ്. ഈ ഫ്ലോ നോക്കുകയാണെങ്കിൽ നോർമലായിട്ട് രക്തം പോണുണ്ട്. ഇതിൽ ഇവിടെ ഒരു വീതി കുറവുണ്ട്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ കൂടി ബ്ലഡ് പോണുണ്ട്, പക്ഷെ കുറച്ചും കൂടി മെല്ലിയായിരിക്കും പോണ്ടാവുക. മൂന്നാമത് ഉള്ളത് 100% ബ്ലോക്കാണ്. ആ ബ്ലോക്കിന്റെ അപ്പുറത്തേക്ക് രക്തോട്ടം വരില്ല, അവിടെ നിൽക്കുക. ബ്ലഡ് വെസലിനെ കട്ട് ചെയ്തിട്ടുള്ള പിക്ചറാണ്. അപ്പൊ ഇത് നോർമലായിട്ടുള്ള ബ്ലഡ് വെസലാണ്. ഭിത്തിയുണ്ട്, അതിന്റെ ഉള്ളിലെ ലൈനിങ് ഉണ്ട്, എല്ലാം ക്ലിയർ ആണ്. അപ്പൊ ഗ്രാജുവലി ഇങ്ങനെയാണ് ബ്ലോക്ക് ഡെവലപ്പ് ആവുന്നത്. ഈ മഞ്ഞ കാണാണ് കൊളസ്ട്രോൾ വന്ന് ഡെപ്പോസിറ്റ് ആവുന്നത്. അതിങ്ങനെ ഡെവലപ്പായി ഇങ്ങനെ കൂടുതലായിട്ട് വരും. ഇവിടെ ഇങ്ങനെ ബ്ലഡ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉള്ളിൽ ഈ ലൈനിങ് ചിലപ്പോൾ പൊട്ടുമ്പോൾ, ഇപ്പൊ ടെൻഷനുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ ഉള്ളിലെ ലൈനിങ് പൊട്ടുമ്പോൾ ഈ ബ്ലഡും ഈ കൊളസ്ട്രോളും തമ്മിൽ മിക്സ് ആവുകയാണ്. ബ്ലഡ് ക്ലോട്ട് ആകുമ്പോൾ ഈ ക്ലോട്ടിന്റെ അപ്പുറത്തേക്ക് രക്തോട്ടത്തിന് പോകാൻ വഴിയില്ല. കംപ്ലീറ്റ് ആയിട്ടുള്ള ബ്ലഡ് വെസൽ ബ്ലോക്ക് ആകുമ്പോഴാണ് മേജർ ഹാർട്ട് അറ്റാക്ക് വരുന്നത്. ഭാഗികമായിട്ടുള്ള ഒരു ബ്ലോക്ക് ആണെങ്കിൽ മൈനർ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരും. ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ബ്ലോക്ക് മാറുന്നത്? ഈ ബ്ലോക്കിന്റെ ഉള്ളിൽ കൂടി നമ്മളൊരു വയറ് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ആ വയറിന് മേലെ കൂടി ഒരു ബലൂൺ കൊണ്ടുപോയിട്ട് ബലൂൺ ഇവിടെ ബ്ലോക്കിന്റെ അവിടെ പൊസിഷൻ ചെയ്തിട്ട് ബലൂൺ വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ബലൂൺ വികസിക്കുന്ന സമയത്ത് ഈ ബ്ലോക്ക് സൈഡിലേക്ക് തള്ളി മാറുകയാണ് ചെയ്യണം. തിരിച്ച് ബ്ലോക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പ്രിങ് പോലത്തെ ഒരു സാധനം ഫിക്സ് ചെയ്തു.